മൂന്നാം NDA സർക്കാരിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങിന്റെ ആഘോഷത്തിമിർപ്പിലാണ് രാജ്യം. ചരിത്രത്തിലാദ്യമായി BJPക്ക് ഒരു MPയെ വിജയിപ്പിച്ചെടുക്കാനായതിലും 2 പേർക്ക് മന്ത്രിസ്ഥാനം കിട്ടിയതിലും കേരളത്തിലും ആവേശം അലയടിക്കുകയാണ്. പാട്ടും നൃത്തവും DJയും അടക്കം ഒരുക്കിയാണ് സുരേഷ് ഗോപിയുടെ പാർലമെന്റ് സാന്നിധ്യം തൃശൂരുകാർ ആഘോഷമാക്കുന്നത്. വിജയാഹ്ലാദ പ്രകടനത്തിനായി നിരത്തിലിറങ്ങിയിരിക്കുന്നതിൽ ഭൂരിഭാഗവും സ്ത്രീകളാണെന്നതാണ് പ്രത്യേകത. തൃശൂരിൽ മാത്രമല്ല, ജില്ലയിലെ വിവിധ നഗരങ്ങളിലും വൈകിട്ടോടെ ആഘോഷം പൊടിപാറിയിരിക്കുന്നു. നൃത്ത ചുവടുകളുമായി റോഡിൽ ആഘോഷിക്കുന്ന സ്ത്രീ കൂട്ടായ്മകളുടെ വീഡിയോയും സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധേയമാവുകയാണ്. കഴിഞ്ഞ ദിവസം വൈറലായ ലീഗ് നേതാവിന്റെ ശബ്ദ സന്ദേശത്തോടെയാണ് തൃശൂരിലെ സ്ത്രീകളുടെ ആഘോഷത്തെ സോഷ്യൽ മീഡിയ താരതമ്യം ചെയ്യുന്നത്. ഷാഫി പറമ്പലിന്റെ വിജയാഘോഷത്തിൽ ലീഗിലെ വനിതാ പ്രവർത്തകർ പങ്കെടുക്കരുതെന്ന കൂത്തുപറമ്പ് മണ്ഡലം സെക്രട്ടറി ഷാഹുൽ ഹമീദ് ആവശ്യപ്പെടുന്ന സന്ദേശം ഏറെ ചർച്ചയായിരുന്നു. നിയുക്ത MPയുടെ സ്വീകരണ പരിപാടിയിൽ വനിതാ പ്രവർത്തകരുടെ സാന്നിധ്യം ഉണ്ടാകണം, പക്ഷേ അതിരുവിട്ടുള്ള ആഘോഷം വേണ്ടെന്നും അഭിവാദ്യം അർപ്പിച്ചാൽ മാത്രം മതിയെന്നുമായിരുന്നു ഓഡിയോ സന്ദേശത്തിൽ ആവശ്യപ്പെട്ടത്. ലീഗിന് ആക്ഷേപം വരാത്ത രീതിയിലായിരിക്കണം ആഘോഷം, അച്ചടക്കം പാലിക്കണം, മറ്റു പാർട്ടികളിലെ വനിതാ പ്രവർത്തകരുടേത് പോലുള്ള ആവേശം വേണ്ട തുടങ്ങിയ നിർദ്ദേശങ്ങളും വനിതകൾക്ക് നൽകിയിരുന്നു. സ്ത്രീകളുടെ ആഘോഷം പൊതുസ്ഥലത്ത് പാടില്ലെന്നും മതം ആവശ്യപ്പെടുന്ന അച്ചടക്കം പാലിക്കണമെന്നും ലീഗ് നേതാക്കൾ ആവശ്യപ്പെടുന്നതാണ് ഒരു വശത്തെങ്കിൽ, മറുവശത്ത് തൃശൂരിലെ സ്ത്രീകൾ അവരുടെ സന്തോഷവേളയിൽ മതിമറന്നാടുകയാണ്. ന്യൂസ് ഡെസ്ക്, കണ്ണൂർ മിറർ.